إن الحمد لله نحمده ونستعينه ونستغفره ونتوب إليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون ومن يعمل مثقال ذرة شرا يره. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സഹോദരീ സഹോദരങ്ങളെ, സർവ്വലോക രക്ഷിതാവായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും യഥോചിതം ഉൾക്കൊണ്ട് തഖ്വയോടുകൂടി ഇഖ്ലാസോടുകൂടി ജീവിതം നയിക്കണം എന്ന് സ്വന്തത്തെ മറക്കാതെ ഓരോരുത്തരെയും പ്രത്യേകം വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹു അതിന് നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പേരെടുത്തു പറഞ്ഞ ഒരു മഹത് വ്യക്തിത്വമാണ് ലുഖ്മാൻ അലൈഹിസ്സലാം. അദ്ദേഹത്തിൻ്റെ പേരിൽ വിശുദ്ധ ഖുർആനിൽ ഒരു അധ്യായം തന്നെ നമുക്ക് കാണാൻ സാധിക്കും. ഖുർആനിലെ 31-ാം അധ്യായം സൂറത്ത് ലുഖ്മാൻ. അദ്ദേഹം ഒരു പ്രവാചകനാണോ അല്ലയോ എന്ന വിഷയത്തിൽ വ്യത്യസ്ത വീക്ഷണങ്ങളുണ്ട്. അദ്ദേഹം ഒരു പ്രവാചകനായിരുന്നില്ല എന്നും ഒരു മഹാവിജ്ഞാനിയായിരുന്നു എന്നതുമാണ് ഏറ്റവും പ്രബലമായ അഭിപ്രായം. ബുദ്ധിയും വിവേകവും ജ്ഞാനവും തികഞ്ഞ ഒരു മഹാനായിരുന്നു ലുഖ്മാൻ അലൈഹിസ്സലാം എന്ന വിഷയത്തിൽ തർക്കമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് ധാരാളം വിജ്ഞാനം നൽകുകയുണ്ടായി എന്ന് വിശുദ്ധ ഖുർആൻ തന്നെ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ഖുർആനിലെ സൂറത്തുൽ ലുഖ്മാനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വലഖദ് ആതൈനാ ലുഖ്മാനൽ ഹിക്മ, തീർച്ചയായും നാം ലുഖ്മാൻ അലൈഹിസ്സലാത്തു വസ്സലാമക്ക് അൽ ഹിക്മത്ത്, യഥാർത്ഥ ജ്ഞാനം നൽകുകയുണ്ടായി. അനിഷ്കുർ ലില്ലാഹ്, നീ അല്ലാഹുവിന് നന്ദി കാണിക്കണം എന്ന കൽപ്പനയും നൽകി. വമൻ യഷ്കുർ, ആരെങ്കിലും നന്ദി കാണിക്കുകയാണെങ്കിൽ ഫഇന്നമാ യഷ്കുറു ലിനഫ്സിഹി, അവൻ അവന് വേണ്ടി തന്നെയാണ് നന്ദി കാണിക്കുന്നത്. വമൻ കഫറ ഫഇന്നല്ലാഹു ഗനിയ്യുൻ ഹമീദ്, അല്ലാഹു പറയാണ്, ആരെങ്കിലും നന്ദികേട് കാണിച്ചാൽ തീർച്ചയായും അള്ളാഹു ഐശ്വര്യവാനും സ്തുത്യർഹനുമാണ്. അള്ളാഹുവിൻ്റെ ഐശ്വര്യത്തിനോ അവൻ്റെ നേട്ടങ്ങൾക്കോ ഒരു കോട്ടവും വരികയില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിക്കുകയാണ്. സഹോദരങ്ങളെ, ഇവിടെ ലുഖ്മാൻ അലൈഹിസ്സലാത്തു വസ്സലാമക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഹിക്മത്ത് നൽകി എന്ന് പറയുമ്പോൾ എന്താണ് ഹിക്മത്ത് എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ആ വാക്കിൻ്റെ ഭാഷാപരമായ അർത്ഥം അറിവ്, യുക്തി, തത്വജ്ഞാനം എന്നൊക്കെയാണെങ്കിലും യഥാർത്ഥത്തിൽ അതിൻ്റെ നിർവചനമായി പണ്ഡിതന്മാർ പറഞ്ഞത് അൽ ഹിക്മത്തു അൽ ഇൽമുൻ നാഫിഉ വൽ അമലുസ് സാലിഹ്. അൽ ഇൽമുൻ നാഫിഉ, ഉപകാരമുള്ള അറിവ്, വൽ അമലുസ് സാലിഹ്, സൽക്കർമ്മങ്ങൾ ചെയ്യാനുള്ള തൗഫീഖ്, താൻ പഠിക്കുന്നതനുസരിച്ച് പ്രവർത്തിക്കാനുള്ള തൗഫീഖ് ലഭിക്കലാണ് ഹിക്മത്ത് നൽകപ്പെടുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം. ഒരാൾ നന്നായി പഠിച്ചു പക്ഷേ പ്രവർത്തിക്കുന്നില്ലെങ്കിൽ അവൻ ഹിക്മത്ത് നൽകപ്പെട്ടവനല്ല.
ഒരാൾ നന്നായി പ്രവർത്തിക്കുന്നുണ്ട്, പക്ഷേ അതിനെക്കുറിച്ചൊന്നും അവൻ പഠിച്ചിട്ടില്ലെങ്കിൽ അവനും ഹിക്മത്ത് നൽകപ്പെട്ടവനല്ല. ഇത് രണ്ടും കൂടി നൽകപ്പെടുമ്പോൾ നന്നായി പഠിക്കുന്നു, അതിനനുസരിച്ച് പ്രവർത്തിക്കുന്നുവെങ്കിൽ അവനാണ് ഹക്കീം, അവനാണ് വിജ്ഞാനം നൽകപ്പെട്ടവൻ. അതുകൊണ്ട് തന്നെ ലുക്മാൻ അലൈഹിസ്സലാത്തു വസ്സലാമയെ കുറിച്ച് ചരിത്രത്തിൽ അറിയപ്പെടുന്നത് ലുക്മാനുൽ ഹക്കീം, ഹിക്മത്ത് നൽകപ്പെട്ട ലുക്മാൻ അലൈഹിസ്സലാം എന്നാണ്. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ അടുക്കൽ എത്രത്തോളം സ്ഥാനവും ബഹുമാനവും ലുക്മാൻ അലൈഹിസ്സലാത്തു വസ്സലാമക്കുണ്ട്, പരിഗണനയുണ്ട് എന്നതിനുള്ള അടയാളമായിട്ടാണ് ഖുർആനിലെ ഒരു അധ്യായം തന്നെ അദ്ദേഹത്തിൻ്റെ പേരിലുണ്ടായത് എന്ന് പണ്ഡിതന്മാർ പഠിപ്പിച്ചു തരികയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ധാരാളം നന്മ നൽകാൻ ഉദ്ദേശിക്കുന്നവർക്ക് മാത്രമേ അൽ ഹിക്മത്ത്, യഥാർത്ഥ ജ്ഞാനം നൽകുകയുള്ളൂ എന്നാണ്. ഖുർആനിലെ 2-ാം അധ്യായം സൂറത്തുൽ ബഖറയിലെ 269-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു പറയുകയാണ്, യുത്തിൽ ഹിക്മത മൻ യശാ, അല്ലാഹു അവൻ ഉദ്ദേശിക്കുന്നവർക്ക് യഥാർത്ഥ ജ്ഞാനം നൽകുന്നതാണ്, അൽ ഹിക്മത്ത് നൽകുന്നതാണ്. വമൻ യുത്തൽ ഹിക്മ, ആർക്കാണോ അല്ലാഹു യഥാർത്ഥ ജ്ഞാനം നൽകപ്പെടുന്നത്, ഫഖദ് ഊതിയ ഖൈറൻ കസീറാ, അതിലൂടെ അവന് ധാരാളം നന്മകൾ നൽകപ്പെടുകയാണ്. അൽ ഹിക്മത്ത് കിട്ടിയാൽ, യഥാർത്ഥ ജ്ഞാനം ലഭിച്ചാൽ അവൻ അത് മുഖേന ധാരാളം നന്മകൾ നൽകപ്പെടുകയാണ്. വമാ യദ്ദക്കറു ഇല്ലാ ഉലുൽ അൽബാബ്, ബുദ്ധിയുള്ളവരല്ലാതെ ചിന്തിക്കുകയില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ആയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവസാനിപ്പിച്ചിട്ടുള്ളത്. സഹോദരങ്ങളെ, ലുക്മാൻ അലൈഹിസ്സലാം തൻ്റെ മകന് നൽകിയ ഉപദേശങ്ങൾ വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എടുത്തു കൊടുക്കുകയാണ്. ലുക്മാൻ അലൈഹിസ്സലാം തൻ്റെ മകന് നൽകിയ ആ 10 ഉപദേശങ്ങളും എല്ലാ കാലത്തും പ്രസക്തമാണ്. അതുകൊണ്ടാണ് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ജീവിച്ചുപോയ ഒരു വ്യക്തിയുടെ ഉപദേശങ്ങൾ വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എടുത്തു കൊടുക്കുന്നത്. അദ്ദേഹം തൻ്റെ മകനെ ഉപദേശിക്കുമ്പോൾ പ്രധാനമായും തുടക്കത്തിൽ വിളിക്കുമ്പോൾ ഉപയോഗിച്ചൊരു പദപ്രയോഗമുണ്ട്. യാ ബുനയ്യ, പൊന്നുമോനെ, പുന്നാരമോനെ, കുഞ്ഞുമകനെ എന്ന് വിളിച്ചുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ലുക്മാൻ അലൈഹിസ്സലാം മകനെ ഉപദേശിച്ചതായി നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. എന്തുകൊണ്ട്? ഒരു പിതാവ് തൻ്റെ മകനോട് അങ്ങേയറ്റം സ്നേഹം കാണിക്കുകയും എന്നാൽ സ്നേഹം കാണിക്കുക എന്ന നിലയ്ക്ക് ഉപദേശിക്കാതെ, അവന് നിർദ്ദേശിക്കാതെ, ഗുണദേശിക്കാതെ വിട്ടുപോവുകയും ചെയ്യാൻ പാടില്ല എന്ന് പഠിപ്പിക്കുന്ന അധ്യായമാണ് സൂറത്തുൽ ലുക്മാൻ. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ലുക്മാനിലെ 2-ാമത്തെ പേജ്, ഏതാണ്ട് എല്ലാ മുസ്ഹഫുകളിലും 412-ാമത്തെ പേജിലാണ് അദ്ദേഹത്തിൻ്റെ തുടക്കം മുതൽ ഉപദേശങ്ങൾ അടക്കമുള്ള ചരിത്രം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് ഒരു പേജിൽ മുഴുവനായിക്കൊണ്ടാണ്. ആ പേജിലെ ഉപദേശങ്ങളെക്കുറിച്ച് പണ്ഡിതന്മാർ പറഞ്ഞു, ഒരു പിതാവ് മകന് നിരന്തരമായി ഉപദേശം നൽകണം എന്ന് പഠിപ്പിക്കാനുള്ള പേജാണ് ഇത് എന്നാണ്. മുസ്ഹഫിലെ 600-ലധികം പേജുകളുള്ള ഖുർആനിലെ 30-ലധികം ജുസുകളുള്ള ഖുർആനിലെ ഒരു പേജ് എന്തിനാണ്? മക്കൾ ഉപദേശിക്കണമെന്ന് പഠിപ്പിക്കാൻ വേണ്ടിയാണ്. സഹോദരങ്ങളെ, അതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല 10 ഉപദേശങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നു. ഒന്ന്, ഏതൊരു നന്മയും ആദ്യം സ്വീകരിക്കപ്പെടണമെങ്കിൽ തൗഹീദുള്ളവനാകണം, ശിർക്കില്ലാത്തവനാകണം എന്നതുകൊണ്ട് തന്നെ അല്ലാഹു പഠിപ്പിക്കുകയാണ്. വഇദ് ഖാല ലുക്മാനു ലിബ്നിഹി, ലുക്മാൻ തൻ്റെ മകനെ ഉപദേശിച്ച സന്ദർഭം, വഹുവ യഅലിഹു, ഉപദേശിച്ചുകൊണ്ട് പറഞ്ഞ സന്ദർഭം, യാ ബുനയ്യ ലാ തുശ്രിക് ബില്ലാഹ് ഇന്ന ശിർക ലദുൽമുൻ അളീം. യാ ബുനയ്യ, പൊന്നുമോനെ, കുഞ്ഞുമകനെ, ലാ തുശ്രിക് ബില്ലാഹ്, നീ അല്ലാഹുവിൽ പങ്കുചേർക്കല്ല, അല്ലാഹുവിൽ പങ്കുചേർക്കല്ലേ, ശിർക്ക് ചെയ്യല്ലേ. ഇന്ന ശിർക ലദുൽമുൻ അളീം, തീർച്ചയായും ശിർക്ക് വമ്പിച്ച അക്രമമാണ്, കൊടും ബാധകമാണ്. ലുക്മാൻ അലൈഹിസ്സലാം മകന് നൽകുന്ന 1-ാമത്തെ ഉപദേശം നീ ശിർക്ക് ചെയ്യരുതേ എന്നാണ്. സഹോദരങ്ങളെ, ഒരു ഹദീസിൽ നമുക്ക് കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരു ആയത്തിറങ്ങുകയാണ്, അല്ലദീന ആമനു വലം യൽബിസു ഈമാനഹും ബിളുൽം. അല്ലാഹുവിൽ വിശ്വസിക്കുകയും ആ വിശ്വാസത്തിൽ മായം കലരാതിരിക്കുകയും ചെയ്യുന്നവർക്കാണ് സമാധാനമുള്ളത്, അവർക്കാണ് നിർഭയത്വമുള്ളത്, അവർക്കാണ് സംതൃപ്തിയുള്ളത് എന്ന ആയത്തിറങ്ങി. ഇത് കേട്ടപ്പോൾ സ്വഹാബത്ത് പ്രവാചകന്റെ അരികിൽ ചെന്നു. ഫഖാലു, എന്നിട്ട് അവർ ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ പ്രവാചകരെ, അയ്യുനാ ലാ യളിമു നഫ്സഹു, ഞങ്ങളിൽ ആരുടെ അടുക്കലാണ് അന്യായം വരാതിരിക്കുക, ദുൽമ് വരാത്തവരായി ഞങ്ങളുടെ കൂട്ടത്തിൽ ആരാണുണ്ടാവുക? അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ലൈസ ദാലിക്, ജീവിതത്തിൽ സംഭവിക്കുന്ന അബദ്ധങ്ങളല്ല അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഇന്നമാ ഹുവ ശിർക്ക്, ആ ദുൽമ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഷിർക്കാണ്
എന്നിട്ട് ലുക്മാൻ അലൈഹിസ്സലാം മകൻ ഉപദേശിച്ച ഉപദേശം റസൂലുള്ള പറയുകയാണ്, മാഖാല ലുക്മാനു ലിബ്നിഹി അലം തസ്മഉ, നിങ്ങൾ കേട്ടിട്ടില്ലേ? മാഖാല ലുക്മാനു ലിബ്നിഹി വഹുവ യഅലിഹ്, ലുക്മാൻ മകനെ ഉപദേശിച്ചപ്പോൾ പറഞ്ഞില്ലേ, ഇന്ന ശിർക ലദുൽമുൻ അളീം, ആ ലുൽമ് കലരാത്തവനാണ് സമാധാനമുണ്ടാവുക, ശിർക്കില്ലാത്തവനാണ്, തൗഹീദുള്ളവനാണ് നിർഭയത്വമുണ്ടാവുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. സഹോദരങ്ങളെ, ഖുർആൻ പറഞ്ഞു വലൗ അശ്റകൂ ലഹബിത അൻഹും മാ കാനൂ യഅമലൂൻ. ഖുർആനിൽ കുറേ പ്രവാചകന്മാരുടെ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ട് അല്ലാഹ് പറയാണ് വലൗ അശ്റകൂ, ആ പ്രവാചകന്മാരെങ്ങാനും ശിർക്ക് ചെയ്താൽ ലഹബിത അൻഹും മാ കാനൂ യഅമലൂൻ, അവർ പ്രവർത്തിച്ചതൊക്കെയും നിഷ്ഫലമായി തീരും. അള്ളാഹു ഒരിക്കലും പൊറുക്കുകയില്ല. അവർക്ക് നരകമാണ് ശാശ്വതമായി ലഭിക്കുക, അവർക്ക് സ്വർഗം നിഷിദ്ധമാണ് എന്നിങ്ങനെ ഖുർആൻ സൂറത്തുൽ നിസായിലെ 48-ലും സൂറത്തുൽ മാഇദയിലെ 72-ലും സൂറത്തുൽ അൻആമിലുമൊക്കെ ആവർത്തിച്ച് പറയുന്ന ശിർക്കിൻ്റെ ഗൗരവം നമ്മൾ ഒരിക്കലും മനസ്സിലാക്കാതെ പോയിക്കൂടാ. സഹോദരങ്ങളെ, ലുക്മാൻ അലൈഹിസ്സലാം തൻ്റെ മകന് നൽകുന്ന രണ്ടാമത്തെ ഉപദേശം, ഒരു കാര്യം എത്ര രഹസ്യമാക്കി വെച്ചാലും അള്ളാഹു അത് ഹാജരാക്കും എന്നതാണ്, അള്ളാഹു അത് കൊണ്ടുവരും എന്നതാണ്. നോക്കൂ നിങ്ങൾ, ലുക്മാൻ അലൈഹിസ്സലാം പറയുന്നത്, യാ ബുനയ്യ ഇന്നഹാ ഇൻ തകു മിസ്കാല ഹബ്ബത്തിൻ മിൻ ഖർദൽ ഫതകുൻ ഫീ സഖറ ഔ ഫിസ് സമാവാതി ഔ ഫിൽ അർളി യഅതി ബിഹല്ലാഹ് ഇന്നല്ലാഹ ലതീഫുൻ ഖബീർ. യാ ബുനയ്യ, പൊന്നുമോനെ, ഇന്നഹാ, ഒരു കാര്യമുണ്ടല്ലോ, ഇൻ തകു മിസ്കാല ഹബ്ബ, അതൊരു കടുകുമണി ധാന്യത്തെക്കാൾ ചെറുതാണെങ്കിലും, ഹബ്ബത്തിൻ മിൻ ഖർദൽ എന്നാ പറഞ്ഞത്, കടുകുമണി ധാന്യത്തെക്കാൾ നിസ്സാരമാണെങ്കിലും, ഫതകുൻ ഫീ സഖറ, അത് പർവ്വതത്തിനുള്ളിലാണെങ്കിലും, ഔ ഫിസ് സമാവാത്, ആകാശങ്ങളിൽ എവിടെയാണെങ്കിലും, ഔ ഫിൽ അർള്, ഭൂമിയിൽ എവിടെയാണെങ്കിലും, യഅതി ബിഹല്ലാഹ്, അല്ലാഹു അത് ഹാജരാക്കും മോനെ, അല്ലാഹു അത് കൊണ്ടുവരും മോനെ. ഇന്നല്ലാഹ ലതീഫുൻ ഖബീർ, അല്ലാഹു നിഗൂഢജ്ഞാനിയും സൂക്ഷ്മജ്ഞാനിയുമാകുന്നു. സഹോദരങ്ങളെ, ഒരു വാപ്പ മകനെ ഉപദേശിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഈ രൂപത്തിലാണ് ഉപദേശിക്കേണ്ടത് എന്ന് ഖുർആൻ പഠിപ്പിക്കുകയാണ്. നീ എന്ത് ചെയ്താലും ഞാൻ അറിയും, ബാപ്പാൻ്റെ കണ്ണു വെട്ടിച്ചിട്ട് നിനക്ക് എവിടെയും പോകാൻ കഴിയൂല എന്നൊക്കെ ഭീഷണി മുഴക്കുന്നതിന് പകരം, അല്ല കാണും മോനെ, ബാപ്പ അറിഞ്ഞില്ലെങ്കിലും ഉമ്മ കണ്ടില്ലെങ്കിലും ആരും ശ്രദ്ധിച്ചില്ലെങ്കിലും അള്ളാഹു കാണും മോനെ, ഇന്നല്ലാഹ ലതീഫുൻ ഖബീർ, അള്ളാഹു നിഗൂഢജ്ഞാനിയാണ്, അവന് സൂക്ഷ്മജ്ഞാനിയാണ് എന്ന ബോധം മക്കൾക്കുണ്ടാക്കി കൊടുക്കാൻ സാധിക്കണം. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് ആവർത്തിച്ച് പഠിപ്പിക്കുന്നുണ്ട്. അള്ളാഹുവിൽ നിന്ന് ഒളിപ്പിച്ചുകൊണ്ട് ഒരു നല്ലതോ ചീത്തയോ ആയ ഒരു കാര്യവും ഒരാൾക്കും ചെയ്യാൻ സാധിക്കുകയില്ല. അള്ളാഹു പറയുകയാണ്, യസ്തഖ്ഫൂന മിനന്നാസ്, ജനങ്ങളിൽ നിന്ന് മറച്ചുവെക്കാൻ അവർ ശ്രമിക്കുകയാണ്. വലാ യസ്തഖ്ഫൂന മിനല്ലാഹ്, അള്ളാഹുവിൽ നിന്ന് മറച്ചുവെക്കാൻ അവർക്കാവുകയില്ല. ആളുകൾ കാണാതെ ചെയ്താലും റബ്ബ് കാണാതെ ചെയ്യാനാവുകയില്ല. അലം യഅലം ബി അന്നല്ലാഹ യറാ, അല്ലാഹ് കാണുമെന്നവർ മനസ്സിലാക്കുന്നില്ലേ? അള്ളാഹിൻ്റെ ചോദ്യമാണ്, ആര് എന്ത് ചെയ്താലും അള്ളാഹു അറിയുമെന്ന് അവർ ചിന്തിക്കുന്നില്ലേ? സഹോദരങ്ങളെ, അള്ളാഹുവിനെ മറച്ചു വെച്ചുകൊണ്ട് ഒന്നും നമുക്ക് ചെയ്യുക സാധ്യമല്ല. ഫമൻ യഅമൽ മിസ്കാല ദർറത്തിൻ ഖൈറൻ യറാ, അണു അളവ് നന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ അതവൻ കാണും. വമൻ യഅമൽ മിസ്കാല ദർറത്തിൻ ശർറൻ യറാ, അണു അളവ് തിന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ദുരന്തവും നമ്മൾ അനുഭവിക്കേണ്ടി വരും. കാരണം അള്ളാഹു അവയെല്ലാം രേഖപ്പെടുത്തുന്നുണ്ട്. അള്ളാഹു പറയാണ്, വഇന്ന അലൈക്കും ലഹാഫിളീൻ കിറാമൻ കാതിബീൻ യഅലമൂന മാ തഫ്അലൂൻ. ഖുർആന്റെ 82-ാം അധ്യായം സൂറത്തുൽ ഇൻഫിത്താറിലെ 10, 11, 12 ആയത്തുകളാണ്. വഇന്ന അലൈക്കും ലഹാഫിളീൻ, നിങ്ങളുടെ മേൽ ചില മേൽനോട്ടക്കാരുണ്ട്. കിറാമൻ കാതിബീൻ, അവർ മാന്യന്മാരായി എല്ലാം എഴുതി രേഖപ്പെടുത്തുന്നുണ്ട്. യഅലമൂന മാ തഫ്അലൂൻ, നിങ്ങൾ പ്രവർത്തിക്കുന്നതൊക്കെയും അവരറിയുന്നുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ മലക്കുകളുടെ മേൽനോട്ടത്തിലാണ് സുഹൃത്തുക്കളെ ഞാനും നിങ്ങളുമുള്ളത്. അതുകൊണ്ടാണ് ലുക്മാൻ അലൈഹിസ്സലാം മകന് നൽകുന്ന രണ്ടാമത്തെ ഉപദേശം, യാ ബുനയ്യ, പുന്നാരമോനെ, ഇൻ തഖു മിസ്കാല ഹബ്ബത്തിൻ മിൻ ഖർദൽ, കടുകുമണി ധാന്യത്തെക്കാൾ നിസാരമെന്ന് നിനക്ക് തോന്നുന്ന ഒരു പ്രവൃത്തി നീ ചെയ്താലും, വീട്ടിൽ വെച്ചാണെങ്കിലും ഹോട്ടലിൽ വെച്ചാണെങ്കിലും ഹോസ്റ്റലിൽ വെച്ചാണെങ്കിലും വിമാനത്തിൽ വെച്ചാണെങ്കിലും തീവണ്ടിയിൽ വെച്ചാണെങ്കിലും ബസ്സിൽ വെച്ചാണെങ്കിലും കാറിൽ വെച്ചാണെങ്കിലും കളിസ്ഥലത്താണെങ്കിലും കുടിസ്ഥലത്താണെങ്കിലും അള്ളാഹു അത് കൊണ്ടുവരും മോനെ. ഇന്നല്ലാഹ ലതീഫുൻ ഖബീർ. ഈ ബോധം സുഹൃത്തുക്കളെ നമുക്ക് സ്വയം ഉണ്ടാവുകയും മക്കൾക്കുണ്ടാക്കി കൊടുക്കാൻ നമുക്ക് സാധിക്കുകയും ചെയ്യേണ്ടതുണ്ട്.
മൂന്നും നാലും അഞ്ചും ആറും ഉപദേശങ്ങൾ ഒരു ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. യാ ബുനയ്യ, പുന്നാരമോനെ, അഖ്മിസ്സലാ വഅ്മുർ ബിൽ മഅറൂഫ് വൻഹ അനിൽ മുൻകർ വസ്ബിർ അലാ മാ അസ്വാബക് ഇന്ന ദാലിക മിൻ അസ്മിൽ ഉമൂർ. യാ ബുനയ്യ, പൊന്നുമോനെ, അഖ്മിസ്സലാ, നീ നമസ്കാരം കൃത്യമായി നിർവഹിക്കണം. ഒരു ബാപ്പാക്ക് മകനോട് ഉപദേശിക്കാനുള്ള കർമ്മങ്ങളിൽ ഏറ്റവും ആദ്യത്തേത് നിസ്കരിക്കണം എന്നതാണ്. അഖ്മിസ്സലാ, പുന്നാരമോനെ, നീ നമസ്കാരം നിലനിർത്തണം. കാരണം ഇന്ന സ്വലാത്ത കാനത്ത് അലൽ മുഅ്മിനീന കിതാബൻ മൗഖൂതാ, സമയനിർണിതമായി നിർവഹിക്കപ്പെടേണ്ടുന്ന ആരാധനാ കർമ്മമാണ് നമസ്കാരം എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ്. നരകത്തിൽ പോയ ആളുകളോട് സ്വർഗാവകാശികൾ മാ സലക്കക്കും ഫീ സഖർ, നിങ്ങൾ എങ്ങനെയാണ് ഈ നരകത്തിൽ പ്രവേശിച്ചത് എന്ന് ചോദിക്കുമ്പോൾ ഒന്നാമതായി അവർക്ക് പറയാനുള്ളത് എന്താണ്? ഖാലൂ ലം നകു മിനൽ മുസല്ലീൻ, ലം നകു മിനൽ മുസല്ലീൻ, ഞങ്ങൾ നമസ്കരിക്കുന്നവരുടെ കൂട്ടത്തിലായിരുന്നില്ല, ഞങ്ങൾ നമസ്കരിച്ചിരുന്നില്ല. നിസ്കരിക്കാത്തവൻ നരകത്തിൽ പോകുമെന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം പഠിപ്പിച്ചു തരികയാണ്. അതുകൊണ്ട് ഓരോ രക്ഷിതാവും പ്രത്യേകിച്ച് നിസ്കാരത്തിൻ്റെ കാര്യം മക്കളെ നിരന്തരമായി ഉപദേശിക്കണം. 7 വയസ്സാകുമ്പോൾ തന്നെ നിസ്കരിക്കാൻ പ്രേരിപ്പിക്കണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അവിടുന്ന് പറഞ്ഞു, മുറു സിബിയാനക്കും, നിങ്ങൾ നിങ്ങളുടെ മക്കളെ കൽപ്പിക്കണം ബിസ്വലാ, നമസ്കരിക്കാൻ, ഫി സബ്ഇ സിനീൻ, 7ാമത്തെ വയസ്സിൽ, വദ്രിബൂഹും അലൈഹാ ഫി അശ്ർ, 10 വയസ്സായിട്ട് നിസ്കരിക്കാതെ വരുമ്പോൾ നിങ്ങൾ അവരെ അടിക്കണം. വഫർരിഖൂ ബൈനഹും ഫിൽ മലാജിഅ്, 10 വയസ്സാകുമ്പോൾ നിങ്ങൾ അവിടെ കിടപ്പറ മാറ്റി നിർത്തണം. ജ്യേഷ്ഠനും അനിയനും ജ്യേഷ്ഠനും അനിയത്തിയും ഇങ്ങനെ ചേർന്ന് കിടക്കുന്നതിനു പകരം നിങ്ങൾ വിവിധ വിരിപ്പുകളിലാക്കി കിടപ്പറകൾ വേർപ്പെടുത്തണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. ഈ ഹദീസ് വിശദീകരിക്കുമ്പോൾ പണ്ഡിതന്മാർ പറഞ്ഞു, ഒരു ബാപ്പ മകനെ അടിക്കാൻ കൽപ്പിക്കുന്ന മറ്റൊരു സന്ദർഭവും ഇസ്ലാമിൽ കാണുക സാധ്യമല്ല. 10 വയസ്സായിട്ടും നിസ്കരിക്കാതെ വരുമ്പോൾ ആ വിഷയത്തിലല്ലാതെ അടിക്കാൻ കൽപ്പിച്ചത് കാണുകയില്ല എന്നാണ്. സഹോദരങ്ങളെ നോക്കൂ നിങ്ങൾ, അപ്പോൾ നമ്മുടെ മക്കളെ നിസ്കാരം കൊണ്ട് കൽപ്പിക്കണം. അതാണ് ലുഖ്മാൻ അലൈഹിസ്സലാം മോനെ ഉപദേശിക്കുന്നത്. യാ ബുനയ്യ അഖിമിസ്സലാ, മോനെ, കുഞ്ഞുമകനെ, നീ നിസ്കാരം നിലനിർത്തണം. തുടർന്ന് പറയുന്നത് എന്താ? വഅ്മുർ ബിൽ മഅറൂഫ്, മോനെ, നീ നന്മ കൽപ്പിക്കണം. വൻഹ അനിൽ മുൻകർ, നീ തിന്മ വിരോധിക്കണം. ദഅവത്ത് നടത്തണം, ദാഇയായി മാറണം. നീ ഒരു പ്രബോധകനാകണം മോനെ, നീ നന്മ കൽപ്പിക്കണം, തിന്മ വിരോധിക്കണം എന്ന് ലുഖ്മാൻ അലൈഹിസ്സലാം മകനെ ഉപദേശിക്കുകയാണ്. സഹോദരങ്ങളെ, എത്രത്തോളം നന്മ കൽപ്പിക്കലും തിന്മ വിരോധിക്കലും നിരന്തരമായി ഒരു വിശ്വാസിയുടെ ജീവിതത്തിൻ്റെ വിജയത്തിൻ്റെ ഭാഗമായി ഉണ്ടാകണമെന്നാണ് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അള്ളാഹു പറഞ്ഞു, വൽ തകും മിൻകും ഉമ്മ, നിങ്ങളിൽ നിന്നൊരു വിഭാഗം ഉണ്ടാകണം, യദ്ഊന ഇലൽ ഖൈർ, നന്മയിലേക്ക് വിളിക്കുന്ന, വയഅ്മുറൂന ബിൽ മഅറൂഫ്, നന്മ കൊണ്ട് കൽപ്പിക്കുന്ന, വയൻഹൗന അനിൽ മുൻകർ, തിന്മയിൽ നിന്ന് വിരോധിക്കുന്ന ഒരു വിഭാഗം നിങ്ങളിൽ ഉണ്ടെങ്കിൽ വഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ, അവരാണ് വിജയം പ്രാപിച്ചവർ. അത്തരം വിജയികളിൽ അള്ളാഹു നമ്മൾ ഉൾപ്പെടുത്തട്ടെ. സഹോദരങ്ങളെ, നിരന്തരമായ ദഅവത്ത് വേണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, വല്ലദീ നഫ്സി ബിയദിഹി, എൻ്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവൻ തന്നെയാണ് സത്യം. ലതഉമുറുന്ന ബിൽ മഅറൂഫ്, നിങ്ങൾ നന്മകൾ കൽപ്പിച്ചുകൊണ്ടേയിരിക്കണം. വലതൻഹൗന അനിൽ മുൻകർ, നിങ്ങൾ തിന്മ വിരോധിച്ചുകൊണ്ടേയിരിക്കണം. ഔ ലയൂശിക്കന്ന അല്ലാഹു അയ്യബ്അസ അലൈക്കും ഇഖാബൻ മിൻഹു, അല്ലെങ്കിൽ അള്ളാഹു അവനിൽ നിന്നുള്ള ശിക്ഷ നിങ്ങളുടെ മേൽ ഇറക്കും. സുമ്മ തദ്ഊനഹു, പിന്നെ നിങ്ങൾ അവനോട് പ്രാർത്ഥിച്ചാൽ ഫലാ യുസ്തജാബു ലക്കും, നിങ്ങൾക്ക് ഉത്തരം കിട്ടുകയില്ല. ദഅവത്ത് നിർത്തിയാൽ ഉത്തരം കിട്ടാത്ത പ്രാർത്ഥനകളായി നമ്മുടെ പ്രാർത്ഥനകൾ മാറുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അതുകൊണ്ട് വഅ്മുർ ബിൽ മഅറൂഫ് വൻഹ അനിൽ മുൻകർ എന്നതാണ് 4ഉം 5ഉം ഉപദേശമായി ലുഖ്മാൻ അലൈഹിസ്സലാം തൻ്റെ മകന് നൽകുന്നത്. 6ാമത്തേത് എന്താണ്? വസ്ബിർ അലാ മാ അസ്വാബക്, നിന്നെ ബാധിച്ച ഏത് കാര്യത്തിലും നിനക്ക് ക്ഷമയുണ്ടാകണം. ക്ഷമയെ 3 ഘട്ടമായി പണ്ഡിതന്മാർ പഠിപ്പിച്ചു. 1, നന്മ ചെയ്യാനുള്ള ക്ഷമ, നന്മകൾ ചെയ്യണമെങ്കിൽ ക്ഷമ ആവശ്യമാണ്. 2, തിന്മകൾ ചെയ്യാതിരിക്കാനുള്ള ക്ഷമ, തൻ്റെ കൂട്ടുകാരും കുടുംബക്കാരും സുഹൃത്തും ഒപ്പമുള്ളവരും കൂടെ പഠിക്കുന്നവരും കൂടെ ജോലി ചെയ്യുന്നവരും കൂടെ ഇരിക്കുന്നവരും എല്ലാം തിന്മ ചെയ്യുമ്പോഴും ആ തിന്മ ചെയ്യാതിരിക്കാനുള്ള ക്ഷമ. 3ാമത്തേത് തന്നെ ബാധിക്കുന്ന പ്രയാസങ്ങളിലും വിഷമങ്ങളിലുമുള്ള ക്ഷമ. ഈ 3 ക്ഷമയും നമുക്കുണ്ടാകണം. അള്ളാഹു പറഞ്ഞു, ഇന്നല്ലാഹ മഅസ്വാബിരീൻ, ക്ഷമിക്കുന്നവരോടൊപ്പമാണ് അള്ളാഹു ഉണ്ടാവുക. വബശ്ശിരി സ്വാബിരീൻ,
ക്ഷമിക്കുന്നവരെ നിങ്ങൾ സന്തോഷ വാർത്ത അറിയിക്കുക. വല്ലാഹു യുഹിബ്ബുസ് സ്വാബിരീൻ, ക്ഷമിക്കുന്നവരെ അള്ളാഹുവിന് ഇഷ്ടമാണ് എന്നിങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ വചനമോദി നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. സഹോദരങ്ങളെ, ലുഖ്മാൻ അലൈഹിസ്സലാം നൽകുന്ന 7-ാമത്തെയും 8-ാമത്തെയും ഉപദേശം ഒരു ആയത്തിൽ നമുക്ക് കാണാം. വലാ തുസഗിർ ഖദ്ദക ലിന്നാസ് വലാ തംശി ഫിൽ അർളി മർഹാ ഇന്നല്ലാഹ ലാ യുഹിബ്ബു കുല്ല മുഖ്താലിൻ ഫഖൂർ. വലാ തുസഗിർ ഖദ്ദക ലിന്നാസ്, നീ അഹങ്കാരത്തോടെ മനുഷ്യരുടെ നേർക്ക് നിന്റെ കവിള് കോട്ടരുതേ. സഹോദരങ്ങളെ, നോക്കൂ നിങ്ങൾ, ഒരാൾ വന്ന് നമ്മോട് സംസാരിക്കുമ്പോൾ ഒരു പുച്ഛത്തോടെ ഒന്ന് തല തിരിക്കുന്നത് പോലും പാടില്ല എന്ന് മോനെ ഉപദേശിക്കുന്ന ഒരു പിതാവായി ലുഖ്മാൻ അലൈഹിസ്സലാത്തു വസ്സലാമയെ നമുക്ക് കാണാൻ സാധിക്കുകയാണ്. തൻ്റെ അരികിൽ വന്ന് ചില കാര്യങ്ങൾ ചോദിച്ചു പഠിക്കാൻ വന്നപ്പോൾ അല്പം ഒന്ന് ശ്രദ്ധിക്കാതിരുന്നപ്പോഴേക്ക് അബസവത്തവല്ല, തിരിഞ്ഞു മുഖം ചുളിച്ചവൻ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ തിരുത്തുന്ന ഖുർആനിക വചനങ്ങൾ സഹോദരങ്ങളെ നമുക്ക് കാണാൻ സാധിക്കുന്നു. ലോകാവസാനം വരെയുള്ള മനുഷ്യർ അള്ളാഹുവിൻ്റെ പ്രവാചകൻ തിരിഞ്ഞു നിന്ന ശ്രദ്ധിക്കാതെ പോയ ആ വിഷയത്തെ, ഒരു ആക്ഷേപിച്ചുകൊണ്ട് ഖുർആൻ പറഞ്ഞ വിഷയത്തെ ലോകാവസാനം വരെ ഇങ്ങനെ ഓർക്കുകയാണ്. മുഖം ചുളിക്കരുത് എന്ന്, കവിള് കോട്ടരുത് എന്ന്. വലാ തുസഇർ ഖദ്ദക ലിന്നാസ്, ജനങ്ങളിൽ നിന്ന് നിന്റെ കവിള് നീ കോട്ടരുത്, അവഗണനയുണ്ടാകരുത് എന്ന് ഖുർആൻ നമ്മെ അറിയിക്കുന്നു. തുടർന്ന് അല്ലാഹു പറഞ്ഞു 8-ാമത്തേത്, വലാ തംശി ഫിൽ അർളി മർഹാ, ഭൂമിയിൽ നീ അഹങ്കാരത്തോടുകൂടി നടക്കരുത്. ഭൂമിയിലൂടെ പൊങ്ങച്ചം കാട്ടി നടക്കുക എന്നത് ദുരഭിമാനത്തിൻ്റെ ലക്ഷണമാണ്. ഇന്നല്ലാഹ ലാ യുഹിബ്ബു കുല്ല മുഖ്താലിൻ ഫഖൂർ, ദുരഭിമാനികളെ അള്ളാഹു ഇഷ്ടപ്പെടുകയില്ല എന്നാണ് ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് മുഫസ്സിറുകൾ പറഞ്ഞു, ഏതൊരു വിശ്വാസിക്കും ഉണ്ടായിരിക്കേണ്ടുന്ന പ്രധാനപ്പെട്ട ഗുണമാണ് വിനയം. അഹങ്കാരത്തോടുകൂടി കവിള് കോട്ടാതെ പരസ്പരം സ്നേഹത്തോടുകൂടി വർത്തിക്കൽ ഓരോരുത്തർക്കും നിർബന്ധ ബാധ്യതയാണ് എന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇന്നല്ലാഹ ഔഹാ ഇലയ്യ, അള്ളാഹു എനിക്ക് പ്രത്യേകം വഹി തന്നിട്ടുണ്ട്, അൻ തവാലഉ, നിങ്ങൾ പരസ്പരം വിനയം കാണിക്കണം. ഹത്താ ലാ യഫ്ഖറു അഹദുൻ അലാ അഹദ്, ഒരാളോടും അഹങ്കാരം കാണിക്കാത്ത വിധം. വലാ യബ്ഗി അഹദുൻ അലാ അഹദ്, ഒരാളും മറ്റൊരാളോട് അതിക്രമം കാണിക്കാത്ത വിധം നിങ്ങൾ കാരുണ്യത്തോടെ വിനയത്തോടെ വർത്തിക്കണം എന്ന് അള്ളാഹു എനിക്ക് ഉപദേശിച്ചിട്ടുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. റസൂലുള്ള പറഞ്ഞു, വമാ തവാല അഹദുൻ ലില്ലാഹ് ഇല്ലാ റഫഅഹുല്ലാഹ്, ആരൊരു ആൾ വിനയം കാണിക്കുന്നുവോ അവരെ അള്ളാഹു ഉയർത്താതിരിക്കില്ല എന്നാണ്. സഹോദരങ്ങളെ, 9-ാമത്തെ ഉപദേശം എന്താണ്? വഖ്സിദ് ഫീ മശീക, നിന്റെ നടത്തത്തിൽ നീ മിതത്വം പാലിക്കണം. നടത്തത്തിൽ പോലും നീ അഹങ്കാരമില്ലാതെ മിതത്വത്തോടു കൂടി നടന്നു പോകണം. പണ്ഡിതന്മാർ അതിനെക്കുറിച്ച് പറഞ്ഞത്, വേഗത കൂട്ടാതെ, വളരെ സാവകാശമാക്കാതെ മിതമായി നടന്നു പോകണം. ഒരു സത്യവിശ്വാസിയുടെ നടത്തത്തിൽ പോലും അവൻ വിശ്വാസിയാണെന്നത് തെളിയണം. ഖുർആൻ പറഞ്ഞു, വഇബാദുർ റഹ്മാനില്ലദീന യംശൂന അലൽ അർളി ഹൗന, അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള അടിമകൾ വിനയത്തോടെ താഴ്മയോടെ ഹറാമുകളിലേക്ക് കണ്ണുപായിക്കാതെ നല്ല നിലയിൽ നടന്നു പോകുന്നവരായിരിക്കും. അടക്കത്തോടെ ഒതുക്കത്തോടെ അനാവശ്യങ്ങളിലും അക്രമങ്ങളിലും പങ്കെടുക്കാതെ വിനോദങ്ങളിൽ മുഴുകാതെ അഹംഭാവമില്ലാതെ പത്രാസ് കാണിക്കാതെയുള്ള നടത്തം. അതിനാണ് വഖ്സിദ് ഫീ മശീഖ്, നടത്തത്തിൽ മിതത്വം കാണിക്കണം എന്നതിന് വിശദീകരണമായി പണ്ഡിതന്മാർ പറഞ്ഞു, അടക്കവും ഒതുക്കവുമുള്ള നടത്തം, അനാവശ്യങ്ങളിലും അക്രമങ്ങളിലും പങ്കെടുക്കാത്ത നടത്തം, വിനോദങ്ങളിൽ മുഴുകാതെ അഹംഭാവവും പത്രാസും കാണിക്കാതെയുള്ള നടത്തം. അള്ളാഹു നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. നോക്കൂ നിങ്ങൾ, 10-ാമത്തെ ഉപദേശം, വഗ്ളുൽ മിൻ സൗതിക ഇന്ന അൻകറൽ അസ്വാതി ലസൗതുൽ ഹമീർ. വഗ്ളുൽ മിൻ സൗതിക, നിന്റെ ശബ്ദം നീ താഴ്ത്തണം. സംസാരത്തിൽ പോലും നീ ശബ്ദം താഴ്ത്തി സംസാരിക്കണം. കാരണം സംസാരങ്ങളിൽ ഏറ്റവും വെറുപ്പുള്ളത് കഴുതയുടെ, ഹിമാറിൻ്റെ ശബ്ദമാണ് എന്നാണ് ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. സഹോദരങ്ങളെ, മനുഷ്യൻ എല്ലാ സംസാരവും വളരെ പതുക്കെ മാത്രമേ സംസാരിക്കാവൂ, ഉറക്കെ സംസാരിക്കാൻ പാടില്ല എന്നൊന്നും ഇതിനർത്ഥമില്ല. മറിച്ച് ആളുകളെ പുച്ഛിക്കുന്ന രൂപത്തിൽ, ഒരു സദസ്സിൽ അലങ്കോലമുണ്ടാക്കുന്ന രൂപത്തിൽ, ഒരു സദസ്സിന് നേതൃത്വം നൽകുന്ന വ്യക്തിയെ മറികടക്കുന്ന രൂപത്തിൽ, ഇങ്ങോട്ട് എന്തെങ്കിലും ചോദിക്കുമ്പോൾ തർക്കുത്തരം പറയുന്ന രൂപത്തിലുള്ള ശബ്ദമിടൽ, അത് ഇസ്ലാം വിലക്കുകയും അമലുകൾ പൊളിഞ്ഞു പോകുന്ന കാര്യമായി പഠിപ്പിക്കുകയും ചെയ്യുന്ന ആയത്ത് വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ഹുജറാത്തിൻ്റെ 2-ാമത്തെ ആയത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് സംസാരത്തിൽ പോലും വളരെയധികം താഴ്മയും വിനയവും ഉണ്ടാകണം.
എന്നാണ് ലുക്മാൻ അലൈഹിസ്സലാം തൻ്റെ മകനെ ഉപദേശിക്കുന്നത്. ഈ ഉപദേശം നാം ഉൾക്കൊള്ളുക, മറ്റുള്ളവരെ ഉപദേശിക്കുക, പ്രത്യേകിച്ച് നമ്മുടെ മക്കളെ ഉപദേശിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. സ്നേഹമുള്ള വിശ്വാസികളെ, വിശ്വാസിനികളെ, അള്ളാഹുവിനെ സൂക്ഷിച്ച് തഖ്വയോടുകൂടി ജീവിക്കണം എന്ന് ഒരിക്കൽ കൂടി വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൻ്റെ 31-ാം അധ്യായം സൂറത്തുൽ ലുഖ്മാനിൽ ലുഖ്മാൻ അലൈഹിസ്സലാം മകന് നൽകുന്ന ഉപദേശങ്ങൾ പഠിപ്പിച്ചതാണ് നാം ചർച്ച ചെയ്തത്. വളരെ പ്രധാനപ്പെട്ട 10 ഉപദേശങ്ങളാണ് തൻ്റെ മകനെ ലുക്മാൻ അലൈഹിസ്സലാം ഉപദേശിക്കുന്നത് എന്ന് നാം മനസ്സിലാക്കുകയുണ്ടായി. ഒന്ന്, അള്ളാഹുവിൽ പങ്കു ചേർക്കരുത് എന്നതും, രണ്ടാമത്തേത് ഏതൊരു കാര്യം രഹസ്യമാക്കിയാലും അള്ളാഹു അറിയുമെന്നതും, മൂന്നാമത്തേത് നമസ്കാരം നിലനിർത്തണം എന്നതും, നാലാമത്തേത് നന്മ കൽപ്പിക്കണമെന്നതും, അഞ്ചാമത്തേത് തിന്മ വിരോധിക്കണമെന്നതും, ആറാമത്തേത് ക്ഷമ അവലംബിക്കണമെന്നതും, ഏഴാമത്തേത് അഹങ്കാരത്തോടെ മനുഷ്യരുടെ നേർക്ക് കവിൾ തിരിക്കരുത് എന്നതും, എട്ടാമത്തേത് ഭൂമിയിലൂടെ പൊങ്ങച്ചത്തോടെ നടക്കരുത് എന്നതും, ഒൻപതാമത്തേത് നടത്തത്തിലും മിതത്വം പാലിക്കണമെന്നതും, പത്താമത്തേത് ശബ്ദം ഒതുക്കി താഴ്ത്തി സംസാരിക്കണം എന്നതുമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. സഹോദരങ്ങളെ, മക്കളുടെ കാര്യത്തിൽ ഏറെ ആശങ്കാകുലരാണ് ഇന്ന് മാതാപിതാക്കൾ എന്നതിൽ തർക്കമില്ല. എങ്ങനെയാണ് അവരെ വളർത്തുക എന്ന് അറിയാതെ പോയവരും എങ്ങനെയും ശ്രമിച്ചിട്ടും അവരെ നന്നാക്കാൻ കഴിയാതെ പോയ ആളുകളുമൊക്കെ രക്ഷിതാക്കളുടെ കൂട്ടത്തിലുണ്ട് എന്നതാണ് സത്യം. പ്രധാനമായും ശ്രദ്ധിക്കേണ്ടുന്ന 10 കാര്യങ്ങൾ പണ്ഡിതന്മാർ പഠിപ്പിക്കുകയുണ്ടായി. ഒന്ന്, താൻ ജീവിതത്തിലേക്ക് തിരഞ്ഞെടുക്കുന്ന ഇണ നല്ലവളാവുക എന്നതാണ്. ഏറ്റവും നല്ലൊരു ഇണയെ തിരഞ്ഞെടുക്കുക എന്നതാണ് മക്കൾ നല്ലവരാകാനുള്ള ഒന്നാമത്തെ മാർഗം. രണ്ടാമത്തേത്, ഇസ്ലാമികമായ അന്തരീക്ഷം വീട്ടിൽ അവർക്ക് ഒരുക്കി കൊടുക്കുക എന്നതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എല്ലാവരും ശുദ്ധ പ്രകൃതിയിലാണ് ജനിച്ചു വീഴുന്നത്. പക്ഷേ സാഹചര്യമാണ്, അവൻ്റെ മാതാപിതാക്കളാണ് അവൻ തിന്മയിലേക്ക് പോകാൻ കാരണമാകുന്നത് എന്നാണ്. അതുകൊണ്ട് നല്ലൊരു അന്തരീക്ഷം, ഇസ്ലാമികമായ ഒരു ചുറ്റുപാട് വീട്ടിൽ ഒരുക്കി കൊടുക്കുക എന്നതാണ് രണ്ടാമതായി ശ്രദ്ധിക്കേണ്ടത്. മൂന്നാമത്തേത്, മാതാപിതാക്കൾ മക്കൾക്ക് മാതൃകയാവുക എന്നതാണ്. കുറേ പറയുക എന്നതിലപ്പുറം ജീവിതത്തിൽ മാതൃകകളാകാൻ മാതാപിതാക്കൾക്ക് കഴിയണം. സാധാരണ പറയാറുണ്ട്, മാതാപിതാക്കൾ വാട്ടർ ടാങ്കും മക്കൾ പൈപ്പുമാണ് എന്ന്. പൈപ്പ് തുറന്നാൽ വരുന്ന വെള്ളം ആ വാട്ടർ ടാങ്കിലുള്ള വെള്ളമാണ്. അതിൽ കലങ്ങി മറിഞ്ഞ ഉപ്പ് രുചിയുള്ള കുടിക്കാൻ കഴിയാത്ത നിറം മങ്ങിയ വെള്ളമാണെങ്കിൽ ആ വെള്ളം തന്നെയാണ് പൈപ്പ് തുറന്നാൽ വരുന്നത്. തെളിഞ്ഞ രുചിയുള്ള സ്വാദുള്ള നല്ല വെള്ളമാണെങ്കിൽ അതായിരിക്കും പൈപ്പ് തുറന്നാൽ വരികയും ചെയ്യുക. മാതാപിതാക്കൾ മാതൃകയാവുക എന്നതാണ് മൂന്നാമത്തെ കാര്യം. നാലാമത്തേത്, കാരുണ്യത്തോടു കൂടി അവരോട് വർത്തിക്കുക എന്നതാണ്. സ്നേഹത്തോടെ കാരുണ്യത്തോടെ അവരോട് പെരുമാറാൻ, ഇടപഴകാൻ യഥാർത്ഥത്തിൽ മാതാപിതാക്കൾക്ക് സാധിക്കണം. അഞ്ചാമത്തേത്, അവരെ സ്നേഹിക്കുന്നുണ്ട് എന്ന് അവരെ ബോധ്യപ്പെടുത്തുകയും ചെയ്യുക എന്നതാണ്. എല്ലാ മാതാപിതാക്കളും മക്കളെ സ്നേഹിക്കുന്നുണ്ട് എന്നതിൽ സംശയമില്ല. പക്ഷേ അവർക്ക് ബോധ്യപ്പെടണം, എൻ്റെ ഉമ്മാക്ക് എന്നെ ഇഷ്ടമാണ്, എൻ്റെ ഉപ്പാക്ക് എന്നെ ഇഷ്ടമാണ് എന്ന് ബോധ്യപ്പെടുത്തുന്ന രൂപത്തിലായിരിക്കണം നമ്മൾ അവരോട് ഇടപഴകേണ്ടത്. അടുത്തത്, എല്ലായ്പ്പോഴും നിരന്തരമായി നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നതാണ്. ഒരിക്കലും അവർക്കെതിരെ പ്രാർത്ഥിക്കാതിരിക്കുകയും അവർക്ക് വേണ്ടി നിരന്തരമായി പ്രാർത്ഥിക്കുകയും ചെയ്യാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. മറ്റൊന്ന്, നിരന്തരമായി അവരെ ഉപദേശിക്കുക എന്നതാണ്. അതിനു പറ്റിയ ഉപദേശങ്ങളാണ് ഖുതുബയിൽ നാം ചർച്ച ചെയ്തത്. മറ്റൊന്ന്, അവർക്ക് നല്ല കൂട്ടുകെട്ടിനെ ഏർപ്പെടുത്തി കൊടുക്കുക എന്നതാണ്. അവരുടെ കൂട്ടുകെട്ട് നല്ലതാണ് എന്ന് ഉറപ്പുവരുത്തുക എന്നത് അവർ നല്ലവരാകാൻ ശ്രദ്ധിക്കേണ്ടുന്ന 8ാമത്തെ പ്രധാനപ്പെട്ട കാര്യമാണ്. 9ാമത്തേത്, ദീനീ സ്ഥാപനങ്ങളിൽ, ദീനീ കോഴ്സുകളിൽ അവരെ ചേർക്കുക എന്നതാണ്. പ്രത്യേകിച്ച് നമ്മുടെ മക്കൾ ഒരു ഉയർന്ന പഠനത്തിനൊക്കെ പോകുന്ന സന്ദർഭങ്ങളാണ്. SSLC കഴിഞ്ഞ് +2 കഴിഞ്ഞൊക്കെ നിൽക്കുന്ന സന്ദർഭങ്ങളാണ്. അവർക്ക് ദീനീ പഠനത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ട് ദീൻ പഠിക്കുന്ന സ്ഥാപനങ്ങളിലേക്ക്, കോഴ്സുകളിലേക്ക് പറഞ്ഞയക്കാൻ സഹോദരങ്ങളെ നാം ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് ഭൗതിക കോഴ്സുകളിലാണ് പറഞ്ഞയക്കുന്നതെങ്കിൽ പോലും
അവർക്ക് അതിനോടൊപ്പം പഠിക്കാൻ പറ്റുന്ന, അവിടെ നിസ്കാരം നിലനിർത്താൻ സഹായകമാകുന്ന സ്ഥാപനങ്ങളിലേക്കും കോഴ്സുകളിലേക്കുമായിരിക്കണം നമ്മൾ അവരെ പറഞ്ഞയക്കേണ്ടത്. 10ാമത്തേത് നല്ല സംവിധാനങ്ങളുമായി അവരെ ബന്ധിപ്പിക്കുക എന്നതാണ്. എപ്പോഴും അവർക്കൊരു നന്മയുമായി ശുഗലുണ്ടാകണം, നന്മയുമായി അവർ വ്യാപൃതരാകണം. അല്ലെങ്കിൽ അവരുടെ മനസ്സ് സ്വാഭാവികമായും തിന്മയിലേക്ക് വ്യാപൃതരാകും. അതുകൊണ്ട് നല്ല കാര്യങ്ങളുമായി അവരെ ബന്ധിപ്പിക്കുകയും നല്ല സംവിധാനങ്ങളുമായി, കൂട്ടായ്മകളുമായി, സംഘടനകളുമായി അവരെ ബന്ധിപ്പിക്കുകയും അതിൽ പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ ഒരു പരിധിവരെ തിന്മയിലേക്ക് വഴിതെറ്റാതെ പോകാൻ സഹായകമാകും. അങ്ങനെ മക്കളിലൂടെ കൺകുളിർമ ലഭിക്കുന്ന മാതാപിതാക്കളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. അല്ലാഹുവേ, ഞങ്ങളിൽ വന്നുപോയ ചെറുതും വലുതുമായ പാപങ്ങൾ നീ ഞങ്ങൾക്ക് പുറത്തു തരണം റഹ്മാനെ. നിന്റെ സ്വർഗം നൽകി നീ ഞങ്ങളെ അനുഗ്രഹിക്കണം യാ അല്ലാഹ്. അല്ലാഹുമ്മ അഗിസ്നാ, അല്ലാഹുമ്മ അഗിസ്നാ, اللهم اغثنا غيثا مغيثا. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصلى الله على نبينا محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين.